അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ആമീൻ. മദീനയിൽ വളരെയധികം പാവപ്പെട്ട ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ എല്ലാം പോലെ സാമ്പത്തികമായിട്ടും രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മറ്റെല്ലാ കാര്യത്തിലും നമ്മുടെ മാതിരി വളരെയധികം വിഷമത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അദ്ദേഹം മദീന പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് കരയുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രവുമുണ്ട്. ആ പാത്രത്തിൽ അദ്ദേഹം പേപ്പറിൽ കുറേ നറുക്കുകൾ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിലും മുഹമ്മദ്, ഇബ്രാഹിം, ആയിഷ, ഫാത്തിമ, റുക്കിയ തുടങ്ങിയ പേരുകൾ. അദ്ദേഹം അതിൽ നിന്നും ഒരു നറുക്കെടുക്കുന്നു. എന്നിട്ട് അത് നിവർത്തിയിട്ട് അതിലുള്ള പേര് വായിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, ഈ പേര്, ഈ വ്യക്തിയെ നീ അറിയും, ഞാൻ അറിയുന്നില്ലെങ്കിലും നീ അറിയുന്നവനാണ്. ഈ വ്യക്തിയുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവനായ തമ്പുരാനെ, ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. നീ അതെല്ലാം ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ, നീ അവനെ സഹായിക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു നറുക്കെടുക്കുന്നു. എന്നിട്ട് അതിലുള്ള പേര് വായിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഈ വ്യക്തിയെയും നീ അറിയുന്നവനാണ്. ഈ വ്യക്തിക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ വ്യക്തി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ വിഷമങ്ങൾ നീ അറിയുന്നവനാണ്. നീ ആ വിഷമങ്ങൾ തീർത്തു കൊടുക്കണം. നീ അവർക്ക് നന്മ നൽകണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. വീണ്ടും അദ്ദേഹം മറ്റൊരു നറുക്കെടുക്കുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഓരോ നറുക്കുകളെടുത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലല്ലേ? നിങ്ങൾ തന്നെ വലിയ പ്രയാസത്തിലാണ്, നിങ്ങൾ തന്നെ ദുരിതത്തിലാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ അവരെ അറിഞ്ഞില്ലെങ്കിൽ എന്താ? അള്ളാഹുവിനിക്ക് അവരെ അറിയാമല്ലോ. അവരുടെ പ്രയാസങ്ങളും അള്ളാഹുവിനിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കറിയുന്നില്ലെങ്കിലും അള്ളാഹുവിന് അവരെ അറിയും, അവരുടെ പ്രയാസങ്ങളും അറിയും. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മലക്കുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മകനെ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വരികയാണെങ്കിൽ നീ നിന്റെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നീ അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ദുആ അള്ളാഹു കബൂലാക്കുകയും അതുപോലെ തന്നെ നിന്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരികയും ചെയ്യുമെന്ന് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ അത് നിറവേറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യും. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ പറയുകയും അള്ളാഹുവിനോട് ഇവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹുവേ, ഇവൻ അവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇവനിക്കും നീ നൽകണേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു വിഷമം, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഞെരുക്കം, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇത്. നാം നമ്മുടെ സഹോദരൻ്റെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, അയൽവാസികൾക്ക്, ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇവരെ അഭാവത്തിൽ നാം പ്രാർത്ഥിക്കുക. നാം മറ്റുള്ളവരാളെ ധനവാനാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ പറയുന്നു, പടച്ചവനെ, ഇവനെയും നീ ധനവാനാക്കി കൊടുക്ക്. മറ്റൊരാളെ നമ്മൾ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ
അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, പടച്ചവനെ നീ അവന്റെയും കഷ്ടപ്പാട് തീർത്തു കൊടുക്കണേ അല്ല. ഇതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയും. അള്ളാഹുവിനോട് പടച്ചവനെ ഇവൻ അവനിക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഇവനിക്കും നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ പ്രാർത്ഥന സ്വീകരിക്കും. ആ പ്രാർത്ഥന കാരണം നാം രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദുആ ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ അഭാവത്തിൽ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും തീർത്തു കൊടുക്കുവാൻ വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ കാരണം അവർ നന്നാവുകയും അത് കാരണമായിട്ട് നിങ്ങൾ നന്നായി തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും ഐശ്വര്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നിങ്ങൾ മറ്റുള്ള ആളുകളോട് വേണ്ടിയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭാവത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങുകയും ചെയ്യും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. നിങ്ങൾ കാരണം ഒരാളെങ്കിലും നന്നായി തീർന്നാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. അള്ളാഹുവേ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ കാണുന്നവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്നവനായ തമ്പുരാനെ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.